വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ജാനുവരി 7th നടക്കാനിരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പം ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലർ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്ന് അറിയാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ചവർക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും പഠിക്കാത്തവർക്ക് ഒന്ന് ക്വിക്കായിട്ടൊന്ന് പഠിക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെറുതെ കുറച്ച് ചോദ്യങ്ങളായിട്ടല്ല, നമുക്ക് ഒരുമിച്ച് ബിൽഡിംഗ് മെറ്റീരിയലിലെ ഓരോ ചാപ്റ്ററുകളായിട്ട് പതുക്കെ പഠിച്ചു പോകാം. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. 12 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് BMയിൽ നിന്ന് ഉണ്ടാവുക. പൊതുവേ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ലൈം, ബ്രിക്ക്, സ്റ്റോണ്, സിമെൻറ്റ്, മോട്ടാർ, കോൺക്രീറ്റ്, സാൻഡ്, അഡ്മിക്സ്ചർ, ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയൽസും പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ബിൽഡിംഗ് സ്റ്റോണും അതുപോലെ തന്നെ ബിൽഡിംഗ് സ്റ്റോണും ലൈമും കേട്ടോ, ഈ 2 ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളായിട്ട് നോക്കാം അല്ലേ. നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? The heating of limestone to redness in contact with air. അതിന് എന്താണ് പറയാന്നുള്ളതാണ്. നമ്മൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ എർത്തിൽ നോക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് ലൈം ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ലൈം സ്റ്റോണുകളാണ് അവൈലബിൾ ആയിരിക്കുക. ആ ലൈം സ്റ്റോണിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ലൈമിനെ വേർതിരിച്ച് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം ആ ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ ചൂടാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കാൽസിനേഷൻ കിട്ടി. അപ്പോൾ ഞാൻ പറയാണ്, അപ്പോൾ നമ്മൾ കാൽസിനേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല കമ്പാരിറ്റീവ്ലി പ്യുവർ ആയിട്ടുള്ള ഒരു ലൈം സ്റ്റോണിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം എന്നുള്ളത്. നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല പ്യുവർ ലൈം സ്റ്റോൺ എടുത്താണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യുക്ക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ടേം കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കിയേ, വേറെ 1-2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്ലേക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോളിസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ ഹൈഡ്രോളിസിറ്റി? വാട്ടറിൻ്റെ പ്രസൻസിൽ ഒരു ലൈമിന് സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോളിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ആയിട്ട് പറയാം. ഓക്കെ, വാട്ടറിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള എബിലിറ്റി നമ്മുടെ ലൈമിന് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈഡ്രോളിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ആയിട്ട് വിളിക്കാറുള്ളത്. നമ്മൾ എടുക്കുന്ന ലൈമിൽ ക്ലേ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഹൈഡ്രോളിസിറ്റി കൂടുകയാണ് ചെയ്യുക. അതായത് നമ്മളെടുക്കുന്ന ലൈമിൽ ക്ലേ കണ്ടൻറ്റ് എത്രത്തോളം കൂടുന്നോ, ഈ ക്ലേ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് അതിനെന്തായിരിക്കും, ഹൈഡ്രോളിസിറ്റി കൂടുതലാവാണ് ചെയ്യുക. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റിങ്ങും കാണാൻ പറ്റുന്നുണ്ട്, സ്ലേക്കിങ്ങും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്താ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈമിനെ നമ്മളൊരു പേസ്റ്റ് ഫോമിലാക്കി അതിൻ്റെ ആ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ മാറി ഒരു ഹാർഡായിട്ട് മാറുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സെറ്റിംഗ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലൈമിൽ ഈ ഒരു ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്ലേ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് സെറ്റിംഗ് വളരെ ഫാസ്റ്ററായിട്ടായിരിക്കും നടക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈമ് സെറ്റ് ആവാനായിട്ട് നോക്കുകയാണ് ചെയ്യാം. ഇനി എന്താണ് സ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈമിലോട്ട്
വെള്ളത്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്ലേക്കിങ്ങിൻ്റെ ഫലമായിട്ട് എന്താണ്, നമ്മുടെ ലൈം ക്രാക്ക് ചെയ്ത് സ്വെല്ല് ചെയ്തൊരു പൗഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈം എത്രത്തോളം പ്യുവർ ആണോ അതിനനുസരിച്ചാണ് ഈ സ്ലേക്കിംഗ് പ്രോസസ്സ് ഫാസ്റ്ററായിട്ട് നടക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പം ഈ സ്ലേക്കിംഗ് എന്ന് പറയുന്ന ആക്ഷൻ വളരെ സാവധാനത്തിലേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കുക അല്ലേ. അപ്പം ഈ ലൈമിലേക്ക് നമ്മുടെ ക്ലേ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈമിൻ്റെ ഹൈഡ്രോളിസിറ്റി ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞു. എന്താ ഹൈഡ്രോളിസിറ്റി? വാട്ടറിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുള്ള ലൈമിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ ഹൈഡ്രോളിസിറ്റി ആയിട്ട് പറയാറുള്ളത്. ഇനി ഈ ഹൈഡ്രോളിസിറ്റി കൂടുമ്പം അല്ലെങ്കിൽ ലൈമിലേക്ക് നമ്മൾ ക്ലേ കണ്ടന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിസിറ്റി കൂടുന്നു, അതുപോലെ തന്നെ സെറ്റിംഗ് വളരെ പെട്ടെന്ന് നടക്കുന്നു, എന്നാൽ സ്ലേക്കിംഗ് നടക്കാൻ കുറേയധികം സമയമെടുക്കുകയും ചെയ്യുന്നു. ആ ഒരു റിലേഷൻ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: Which of the following contains more than 30% of clay? 30% കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ളത് ഏത് ടൈപ്പ് ലൈമിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പൊതുവേ നമുക്ക് നമ്മുടെ ലൈമിലുള്ള ക്ലേ കണ്ടന്റിനെ അനുസരിച്ച് ലൈമിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? നമുക്ക് ഫാറ്റ് ലൈം ഉണ്ട്, ദെൻ ഹൈഡ്രോളിക് ലൈം ഉണ്ട്, പിന്നെ ഏതാണ്, ദെൻ പുവർ ലൈം ഉണ്ട്. ഇങ്ങനെ ലൈമിലുള്ള ക്ലേ കണ്ടന്റ് അനുസരിച്ച് ലൈമിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലൈമിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് ലെസ് ദാൻ 5% ആണ്. അതായത് 95% പ്യുവർ ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ആണ് അതിലുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള ലൈമിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാറ്റ് ലൈം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാറ്റ് ലൈം പൊതുവേ നല്ല പ്യുവർ ആയിട്ടുള്ള ലൈം ആയതുകൊണ്ട് തന്നെ ഈ ലൈമിനെ നമ്മൾ വൈറ്റ് വാഷിംഗ് പോലെയുള്ള വർക്കുകൾക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഫാറ്റ് ലൈമിനെ നമ്മൾ പറഞ്ഞ പ്യുവർ ആയിട്ടുള്ള ലൈമാണ്, അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് പ്യുവർ ലൈം എന്നുള്ളൊരു പേര് വിളിക്കാം. ഓക്കെ, കാൽഷ്യം കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇവരെ നമുക്ക് ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാം. ദെൻ നല്ല റിച്ച് ആയിട്ടുള്ള ലൈം ആയതുകൊണ്ട് നമുക്ക് ഇവരെ റിച്ച് ലൈം എന്ന് വിളിക്കാം. ഇവർ പ്യുവർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വൈറ്റ് കളറായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വൈറ്റ് ലൈം എന്ന് വിളിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പം 95% കാൽഷ്യം ഓക്സൈഡ് ലെസ് ദാൻ 5% മാത്രം ഇമ്പ്യൂരിറ്റീസ് ഉള്ളവരായിരിക്കും ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന ലൈമിൽ 5 മുതൽ 30% വരെയാണ് ക്ലേ കണ്ടന്റ് എങ്കിൽ അത്തരത്തിലുള്ള ലൈമിനെ നമ്മൾ ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം എന്നാണ് വിളിക്കുക. ഓക്കെ, നമ്മൾ എടുക്കുന്ന ലൈമിൽ 5 മുതൽ 30% വരെയാണ് ക്ലേ കണ്ടന്റ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ ഹൈഡ്രോളിക് ലൈം അല്ലെങ്കിൽ വാട്ടർ ലൈം എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന ലൈമിൽ ഗ്രേറ്റർ ദാൻ 30% ആണ് ക്ലേ കണ്ടന്റ് വരുന്നതെങ്കിൽ അവരെ നമ്മൾ പുവർ ലൈം അല്ലെങ്കിൽ ഇംപ്യുവർ ലൈം അല്ലെങ്കിൽ നമ്മൾ അവരെ ലീൻ ലൈം എന്ന് വിളിക്കും, ഇംപ്യുവർ ലൈം എന്നും വിളിക്കും. ഇത്രയും പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 30%-ൽ കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ള ലൈമിനെ എന്ത് പേര് വിളിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? പുവർ ലൈം അല്ലേ? ഓപ്ഷൻ സി പുവർ ലൈം ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ: ദ കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ്. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു, പ്യുവർ ലൈം ആയതുകൊണ്ട് ഫാറ്റ് ലൈം അതിലെന്താ ക്ലേ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, നല്ല പ്യുവർ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അവരെ ആയിരിക്കും നമ്മൾ വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുക. സോ ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് നമ്മൾ സാധാരണ എയറിൻ്റെ പ്രസൻസിൽ അത് തന്നെ ഉണങ്ങി വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫാറ്റ് ലൈം ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണെന്ന് പറയാം കേട്ടോ. എയറിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവുകയും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുകയും ചെയ്യുന്ന ബിഹേവിയർ ഉള്ളത് കൊണ്ട് ഫാറ്റ് ലൈം ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ,
നാലാമത്തെ ചോദ്യം. The minimum compressive strength of lime mortar 1:3 with a class A lime at the end of 14 days. 14 ഡേയ്സിലെ ക്ലാസ് എ ലൈമിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ BIS 712 എന്ന് പറയുന്ന IS കോഡ്, BIS 712 എന്ന് പറയുന്ന കോഡ് നമ്മുടെ ലൈമിനെ ക്ലാസ് എ മുതൽ ക്ലാസ് എഫ് വരെയുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ് എ ലൈം എന്ന് പറയുന്നത് ആരാ? ക്ലാസ് എ എന്ന് പറയുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ദെൻ ക്ലാസ് ബി എന്ന് പറയുന്നത് സെമി ഹൈഡ്രോളിക് ലൈമാണ്. ക്ലാസ് സി എന്ന് പറയുന്നത് ഫാറ്റ് ലൈമാണ്. ക്ലാസ് ഡി എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓർ ഡോളോമെറ്റിക് ലൈമാണ്. ദെൻ ക്ലാസ് ഇ കൺകാർ ലൈമാണ്. ക്ലാസ് എഫ് സിലീഷ്യസ് ഡോളോമെറ്റിക് ലൈമാണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ടൈപ്പ്, ഇപ്പോൾ ക്ലാസ് സി തന്നിട്ട് അത് ഏത് ലൈമാണ്, അല്ലെങ്കിൽ ക്ലാസ് എഫ് തന്നിട്ട് ഏത് ലൈമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്മുടെ ലൈമിനെ ക്ലാസ് എ മുതൽ ക്ലാസ് എഫ് വരെയുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലാസ് എയിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ വർക്കുകൾക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ക്ലാസ് ബി ലൈമിനെ നമ്മൾ മേസൺറി വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ക്ലാസ് എ ലൈമും ഞാനിവിടെ ആഡ് ചെയ്യാം. നോക്കുക, ഞാനൊരു ക്ലാസ് എ ലൈം എടുക്കുകയാണെങ്കിൽ, ആ ക്ലാസ് എ ലൈമിൻ്റെ 14 ഡേയ്സിലെയും 28 ഡേയ്സിലെയും കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞുതരാം. ഒരു ക്ലാസ് എ ലൈമിന് 28 ഡേയ്സിൽ 2.8 Nm/mm² ആയിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുക. 14 ഡേയ്സിൽ 1.75 Nm/mm² ആയിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുക. ഇനി ഇതൊരു ക്ലാസ് ബി ലൈം ആണെങ്കിൽ, ക്ലാസ് ബി ലൈമിന് 14 ഡേയ്സിലുണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.25ഉം 28 ഡേയ്സിൽ 1.75 Nm/mm² ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? 14 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് എ ലൈമിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ക്ലാസ് എ ലൈമിന് 14 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് 1.75 Nm/mm². അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 28 ഡേയ്സിലാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ 2.8 Nm/mm² ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ ആ ഒരു ഭാഗം? ലൈമിൻ്റെ ക്ലാസിഫിക്കേഷനും ഓക്കെ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്തുമാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ അടുത്തൊരു ചോദ്യം നോക്കിയേ, എത്രാമത്തെ ചോദ്യമാണ്? അഞ്ചാമത്തെ ചോദ്യം എങ്ങനെയാണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്ലാസ് ലൈം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര. ആർച്ച്, ഡോം പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അതേ വേർഡ് സ്ട്രക്ചറൽ വർക്കുകൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഏത് ക്ലാസ് ലൈമാണ്? ഓക്കെ, ക്ലാസ് എ ലൈമിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യാറുള്ളത്. വൈറ്റ് വാഷിങ്ങിനെ യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ക്ലാസ് സി ലൈമിനെ നമുക്ക് വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പം അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞു. ആറാമത്തെ ചോദ്യം എന്താണ്? ആറാമത്തെ ചോദ്യം the product obtained after slaking of quicklime. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞേ? നമ്മുടെ കയ്യിലുള്ള ലൈമിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് വിളിക്കുന്നത്. ആ സ്ലേക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈം സ്വെല്ല് ചെയ്ത് ക്രാക്ക് ചെയ്ത് പൗഡേർഡ് ഫോമിലോട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ലേക്കിങ്ങിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ലൈമിനെ നമ്മൾ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്നാണ് വിളിക്കുക. ഓക്കെ, സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി നമ്മൾ തിയററ്റിക്കലി പറയാറുള്ളത് ഒരു ലൈമിനെ നമുക്ക്
സ്ലേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ വെയിറ്റിൻ്റെ 32% വാട്ടറാണ് വേണ്ടതെന്നാണ് പറയുക. തിയററ്റിക്കലി പറയുമ്പോൾ ഒരു ലൈമിനെ സ്ലേക്ക് ചെയ്യാൻ അതിൻ്റെ വെയിറ്റിൻ്റെ 32% വാട്ടർ വേണം എന്നാണ് പറയുക. ബട്ട് ഇൻ ആക്ച്വൽ കേസ് അതിനേക്കാളും ഒരു 2 to 3 times എക്സ്ട്രാ വാട്ടർ ആവശ്യമാണ്. കാരണം എന്താ, നമ്മുടെ ലൈമിലേക്ക് സ്ലേക്കിംഗ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ പകുതി ഇവാപ്പറേറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് തിയററ്റിക്കലി 32% പറഞ്ഞാലും അതിനേക്കാളും ഒരു 2 to 3 times എക്സ്ട്രാ വാട്ടർ നമുക്ക് സ്ലേക്ക് ചെയ്യാൻ വേണ്ടി വരുമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താ, സ്ലേക്കിങ്ങിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ. സ്ലേക്കിങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം. സോ നമുക്കിവിടെ എന്താ ഉള്ളത്, ഹൈഡ്രേറ്റഡ് ലൈമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൈഡ്രേറ്റഡ് ലൈമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഏഴാമത്തെ ചോദ്യം, the property of lime to set in damp places or thick masonry. damp placesലും അതുപോലെ തന്നെ thick masonryയിലും സെറ്റ് ആവാനുള്ള ലൈമിൻ്റെ പ്രോപ്പർട്ടീനെ എന്താണ് പറയുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈഡ്രോളിസിറ്റി എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, തിക്ക് മേസൺട്രി എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആണ് ചെയ്യുന്നത്. അവിടെ എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഈ മേസൺട്രി വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല. വാട്ടർ നനച്ചു കൊടുത്താലും വെള്ളം നനച്ചു കൊടുത്താലും ആ ലൈം സെറ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് തിക്ക് മേസൺട്രിയിൽ നമ്മൾ ആരെയും പ്രിഫർ ചെയ്യുന്നത്, ഹൈഡ്രോളിസിറ്റി ഉള്ള ലൈമിനെ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഫാറ്റ് ലൈം ആണെങ്കിൽ അവിടെ അങ്ങനത്തെ തിക്ക് മേസൺട്രികളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല. കാരണം അവർക്ക് എയർ സർക്കുലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫാറ്റ് ലൈം മോട്ടാറുകൾക്ക് സെറ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഡാം പ്ലേസുകളിൽ തിക്ക് മേസൺട്രികളിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സെറ്റ് ആകുന്ന പ്രോപ്പർട്ടീനെ നമുക്ക് ഹൈഡ്രോളിസിറ്റി എന്ന് വിളിക്കാം. ഹൈഡ്രോളിസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നമ്മുടെ സ്റ്റോണിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഇൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് മാർബിൾ ഈസ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റോണിൻ്റെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഒഴിവാക്കാതെ പഠിക്കേണ്ട 2 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ ടെസ്റ്റുകൾ. ഈ 2 കാര്യത്തിൽ നിന്ന് മാറി മാറി പല എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്കും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കും അതുപോലെ റോക്കിൻ്റെ ടെസ്റ്റുകളും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ റോക്കിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കാണാം. നമുക്കറിയാം, നമുക്ക് റോക്കിനെ മെയിൻലി 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ജിയോളജിക്കലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഫിസിക്കൽ ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാം, കെമിക്കൽ ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ജിയോളജിക്കലി നമ്മൾ റോക്കിനെ ക്ലാസിഫൈ ചെയ്യുമ്പം എഗൈൻ അതിനെ ഇഗ്നിയസ് റോക്ക് എന്നും സെഡിമെൻ്ററി റോക്ക് എന്നും മെറ്റാമോർഫിക് റോക്ക് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ് ഇഗ്നിയസ് റോക്കുകൾ ഫോം ചെയ്യുന്നത്? ഭൂമിക്കടിയിലുള്ള മാഗ്മ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന റോക്കുകളാണല്ലേ ഇഗ്നിയസ് റോക്കുകൾ. നമ്മുടെ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, ഡോളറൈറ്റ് പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇഗ്നിയസ് റോക്കുകൾക്ക് എക്സാമ്പിളാണ്. ഇനി എന്താ സെഡിമെൻ്ററി റോക്കുകൾ? കാലക്രമേണയായിട്ടുണ്ടാകുന്ന ഡെപ്പോസിഷനുകൾ കൊണ്ട് ലെയർ ആയിട്ട് ഫോം ചെയ്യുന്ന റോക്കുകളാണ് സെഡിമെൻ്ററി റോക്കുകൾ. നമ്മൾ പഠിക്കാറുള്ള നമ്മുടെ ഏതൊക്കെ റോക്കുകൾ വരാം? നമുക്ക് ലൈം സ്റ്റോൺ പറയാം. ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ പോലെയുള്ളവരൊക്കെ സെഡിമെൻ്ററി റോക്കുകൾക്ക് എക്സാമ്പിളാണ്. ഇനി മെറ്റാമോർഫിക് റോക്കുകൾ. എന്താ മെറ്റാമോർഫിക് റോക്ക്? നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്കിനോ സെഡിമെൻ്ററി റോക്കിന് ഹീറ്റിൻ്റെയോ പ്രഷറിൻ്റെയോ ഒക്കെ എഫക്റ്റ് മൂലം രൂപമാറ്റം സംഭവിച്ച് ഫോം ചെയ്യുന്ന റോക്കുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? മെറ്റാമോർഫിക് റോക്കായിട്ട് വിളിച്ചത്. ഓക്കെ, സോ ആ മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ നമുക്ക് പറയാം, ലൈം സ്റ്റോൺ ചേഞ്ച് ആയി മാർബിൾ ആകുന്നു, ഗ്രാനൈറ്റ് ചേഞ്ച് ആയി ഗ്നിസ് ആകുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റോക്കിൻ്റെ ജിയോളജിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിസിക്കലി ഒരു റോക്കിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ലെയറായിട്ട് ഫോം ചെയ്യുന്ന റോക്കുകളെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയാം. പൊതുവേ സെഡിമെൻ്ററി റോക്കുകളായിരിക്കും സ്ട്രാറ്റിഫൈഡ് റോക്കിൽ വരുന്നുണ്ടായിരിക്കാം.
ഇനി അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ലെയർ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഒന്നുമില്ല, ഒരു റോക്ക് ഒരൊറ്റ മാസമായിട്ട് ഫോം ചെയ്യുന്നു, അവരെയാണ് നമ്മൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് വിളിക്കാറുള്ളത്. ദെൻ ഇവിടെ പൊതുവെ ഇഗ്നിയസ് റോക്കുകളായിരിക്കും അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് എക്സാമ്പിൾ ആവുക. ഒരു വ്യത്യാസമുണ്ട്, മാർബിൾ ഒരു അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ്, ഒരു എക്സെപ്ഷണൽ കേസ് ആണ് മാർബിൾ ഒരു അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് ആയിട്ടാണ് മാറുന്നത്. ദെൻ ഫോളിയേറ്റഡ് റോക്കാണ്. ഫോളിയേറ്റഡ് റോക്കും പൊതുവെ മെറ്റാമോർഫിക് റോക്കുകളായിരിക്കും ഫോളിയേറ്റഡ് റോക്കുകളായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഇനി കെമിക്കലി നമ്മൾ എങ്ങനെ ഒരു റോക്കിനെ ക്ലാസിഫൈ ചെയ്യും എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് സിലീഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക്, ആർജിലേഷ്യസ് റോക്ക് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിലിക്ക മേജർ കണ്ടന്റ് ആയിട്ടുള്ള റോക്കുകളെ നമ്മൾ സിലീഷ്യസ് റോക്ക് എന്നും, ദെൻ കാൽഷ്യം കാർബണേറ്റ് മേജർ കണ്ടന്റ് ആയിട്ടുള്ള റോക്കുകളെ നമ്മൾ കാൽക്കേരിയസ് റോക്ക് എന്നും, ദെൻ ആർജിൽ അല്ലെങ്കിൽ ക്ലേ മേജർ കണ്ടന്റ് ആയിട്ടുള്ള റോക്കുകളെ നമ്മൾ ആർജലേഷ്യസ് റോക്ക് എന്നാണ് വിളിക്കാറുള്ളത്. അതിന് നോക്കിയേ, സിലീഷ്യസ് റോക്കുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ് പറയാം. കാൽക്കേരിയസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് ലൈം സ്റ്റോണും മാർബിളും പറയാം. ആർജിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് സ്ലേറ്റും ഷിസ്റ്റും പറയാം. അപ്പൊ എല്ലാ ക്ലാസിഫിക്കേഷനിലും വരുന്ന എക്സാമ്പിളുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. എക്സാമ്പിളുകൾ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ആലോചിക്കുക, കെമിക്കലി എങ്ങനെയാണ് റോക്കിനെ ക്ലാസിഫൈ ചെയ്തത്? ഓക്കെ, എങ്ങനെയാണ്? കാൽക്കേരിയസ്, ആർജലേഷ്യസ്, അതുപോലെ സിലീഷ്യസ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തായിരിക്കും ആൻസർ വരിക? മാർബിൾ ഏത് ടൈപ്പ് റോക്കാണ്? കാൽക്കേരിയസ് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ അടുത്ത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ആൻസർ വരുമായിരുന്നു? മെറ്റാമോർഫിക് റോക്ക് എന്ന ആൻസർ വരുമായിരുന്നു. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിൾ ചോദിച്ചെങ്കിൽ ഇവിടെ എന്ത് ആൻസർ വരുമായിരുന്നു? അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന ആൻസർ വരുമായിരുന്നു. കണ്ടോ, ഏത് ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ, ചെയ്യാനായിട്ട്. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, ദ അട്രീഷൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ഡിറ്റർമിൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു റോക്കിൽ അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണോ? വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യാനാണോ? റേറ്റ് ഓഫ് വിയർ കാണാനാണോ? എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ റോക്കിൻ്റെ റേറ്റ് ഓഫ് വിയർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഏത് ടെസ്റ്റ്? അട്രീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റോഡിലൊക്കെ സ്റ്റോണുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ കയറി ഇറങ്ങുമ്പോൾ അതിൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കാൻ പാടില്ല അല്ലേ? അപ്പം നമ്മുടെ സ്റ്റോണുകൾക്ക് എത്രത്തോളം വിയർ ആൻഡ് ടിയർ വരുന്നുണ്ട്, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അട്രീഷൻ ടെസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ഇനി കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ്, നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റോണിൽ കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കുക? ആസിഡ് ടെസ്റ്റ് ആണ് ചെയ്യുക അല്ലേ? ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോണിനെ HClന്റെ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നോക്കും, അതിൽ വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും പാച്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ദെൻ ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് തന്നിട്ടുള്ളത്. അട്രീഷൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? റേറ്റ് ഓഫ് വിയർ കണ്ടുപിടിക്കാൻ. ദെൻ ആസിഡ് ടെസ്റ്റ്, കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാനാണ് ആസിഡ് ടെസ്റ്റ് ചെയ്യുക. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്, നമ്മുടെ സ്റ്റോൺ എത്രത്തോളം വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നറിയാനായിട്ട്. സ്മിത്ത് ടെസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെ സ്റ്റോണിൽ എന്തെങ്കിലും സോല്യൂബിൾ മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് സ്മിത്ത് ടെസ്റ്റ് ചെയ്യാം. ദെൻ ഒരു സ്റ്റോണിന്റെ ഡ്യൂറബിലിറ്റി ഓർ വെതറിംഗ് ക്വാളിറ്റി മനസ്സിലാക്കാനാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ്, ഒരു സ്റ്റോണിനെ മൈക്രോസ്കോപ്പിലൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ്, അതിലുള്ള കോൺസ്റ്റുവൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് തണുപ്പിക്കുക, ചൂടാക്കുക, തണുപ്പിക്കുക, ഉരുക്കുക, ആ രീതി ചെയ്തുകൊണ്ടിരിക്കും. അതിനെ എങ്ങനെ നമ്മുടെ റോക്കിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാനാണ് ഫ്രീസിങ് ആൻഡ് തോയിങ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. എ ഗുഡ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ % വാട്ടർ ബൈ ഇറ്റ്സ് വെയ്റ്റ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? എന്താണ്? ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ 5% കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല.
ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ 5% കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ പാടില്ല. ഇൻ എനി കേസ് ഒരു സ്റ്റോൺ 10% കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റോണിനെ റിജക്റ്റ് ചെയ്യണം. അതിനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തതും നമ്മുടെ 11ാമത്തെ ചോദ്യമാണ്. അതും നമ്മുടെ ടെസ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെസ്റ്റ് ഡിറ്റർമിൻ ദ ഡ്യൂറബിലിറ്റി ഓർ വെദറിംഗ് ക്വാളിറ്റി ഓഫ് സ്റ്റോൺ? സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റിയും വെദറിംഗ് ക്വാളിറ്റിയും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ 12ാമത് ചോദ്യം. എന്താണ് 12ാമത്തെ ചോദ്യം? ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു പോയിങ് ഓഫ് മാഗ്മ അറ്റ് എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്ത റോക്ക് ഏതാണെന്നാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇഗ്നിയസ് റോക്കുകളെല്ലാം മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്കുകളാണ് ഇഗ്നിയസ് റോക്കുകൾ. ഈ ഇഗ്നിയസ് റോക്കിൽ മാഗ്മ എവിടെയാണോ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇഗ്നിയസ് റോക്കുകളെ എഗൈൻ 3ആയിട്ട് തിരിക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ്? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു കൺസിഡറബിൾ ഡെപ്ത് താഴെയാണ് നമ്മുടെ റോക്ക് മാഗ്മ തണുത്തുറഞ്ഞ് അത് റോക്കായി മാറുന്നത് എങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? പ്ലൂട്ടോണിക് റോക്ക് എന്ന് വിളിക്കാറുണ്ട്. പ്ലൂട്ടോണിക് റോക്ക് എന്ന് വിളിക്കാറുണ്ട്. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഷാലോ ഡെപ്തിലാണ് മാഗ്മ തണുത്തുറയുന്നതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? അവരെ നമ്മൾ ഹൈപ്പബസൽ റോക്ക് എന്ന് വിളിക്കും. ഹൈപ്പബസൽ റോക്ക് എന്ന് വിളിക്കും. ഇനി എർത്തിൻ്റെ സർഫസിലാണ് മാഗ്മ തണുത്തുറഞ്ഞ് റോക്കായി മാറുന്നതെങ്കിൽ അവരെ നമ്മൾ വോൾക്കാനിക് റോക്ക് എന്നാണ് വിളിക്കുന്നത്. വോൾക്കാനിക് റോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ എക്സാമ്പിൾ പറയണം. പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഹൈപ്പബസൽ റോക്കിന് എക്സാമ്പിൾ ആണ് ഡോളറൈറ്റ്. ദെൻ വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ ആണ് ബസാൾട്ടും ട്രാപ്പും. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരുന്നത്? എന്താണ് ആൻസർ വരുന്നത്? എർത്തിൻ്റെ സർഫസിൽ ഫോം ചെയ്യുന്നത് ഏത് ടൈപ്പ് റോക്കാണെന്നാണ്. എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്ന റോക്കിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? വോൾക്കാനിക് റോക്ക് എന്ന് വിളിക്കുന്നത്. വോൾക്കാനിക് റോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം. ഓക്കെ. നമ്മുടെ 13ാമത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. സോ എന്താണ് 13ാമത്തെ ചോദ്യം? An explosive which contain 65% of saltpeter, 20% sulfur and 15% charcoal. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് എക്സ്പ്ലോസീവ് ആണെന്നുള്ളതാണ്. നമുക്കറിയാം നമുക്ക് റോക്കിനെ എന്ത് ചെയ്യണം? അതിൻ്റെ നാച്ചുറൽ ബെഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാറിയിങ് എന്ന് വിളിക്കാറുള്ളത് അല്ലേ? ആ ക്വാറിയിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്ത് ചെയ്യാം, ബെഡ്ജിങ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റിംഗ് മെറ്റീരിയൽ വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ബ്ലാസ്റ്റിംഗ് മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ പൗഡർ എന്നുള്ള രീതിയിൽ വിളിക്കാറുള്ളത്. ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ പൗഡർ എന്നുള്ള രീതിയിൽ വിളിക്കാറുള്ളത്. ഓക്കെ. ദെൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ ഓരോ ടൈപ്പ് ബ്ലാസ്റ്റിംഗ് മെറ്റീരിയലുകളുടെയും കോമ്പിനേഷൻ ആണ്. പൊതുവേ ഇത് എല്ലായ്പ്പോഴും എക്സാമിന് അങ്ങനെ ഇത് ചോദിക്കാറില്ല. അധികവും നമ്മുടെ എക്സാമിന് ചോദ്യങ്ങൾ വരാറുള്ളത് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ റോക്കിൻ്റെ ടെസ്റ്റുകളിൽ നിന്നുമാണ് അധികം വരാറുള്ളത്. വല്ലപ്പോഴും മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളൂ. ഓക്കെ. സോ നമ്മളിപ്പോൾ 13 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പം നമുക്ക് ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. 14th ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ലൈറ്റ് വെയ്റ്റ് അഗ്രഗേറ്റേഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം. നമുക്ക് പൊതുവേ ലൈറ്റ് വെയ്റ്റ് അഗ്രഗേറ്റുകൾ കിട്ടുന്നത് ഏത് ടൈപ്പ് റോക്കുകളിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സെഡിമെന്ററി ഉണ്ട്, മെറ്റാമോർഫിക് ഉണ്ട്, വോൾക്കാനിക് ഉണ്ട്, പ്ലൂട്ടോണിക് റോക്ക് ഉണ്ട്. പൊതുവേ വോൾക്കാനിക് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന റോക്കുകളായിരിക്കും ലൈറ്റ് വെയ്റ്റ് അഗ്രഗേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുക കേട്ടോ. ലൈറ്റ് വെയ്റ്റ് അഗ്രഗേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു വോൾക്കാനിക് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഗ്രഗേറ്റുകളായിരിക്കും. ഓക്കെ.
ദെൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതെന്ന് മാറി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു ഇഗ്നിയസ് റോക്ക്? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളവർക്ക് ഇപ്പൊ കണ്ട വഴിക്ക് മനസ്സിലായിണ്ടാവും ഇതിൽ ആരാണ് ഒരു ഇഗ്നിയസ് റോക്ക് എന്നുള്ളത്. ആരാണ് ഒരു ഇഗ്നിയസ് റോക്ക്? ബസാൾട്ട് അല്ലേ. ബസാൾട്ട് ഏത് ടൈപ്പ് ഇഗ്നിയസ് റോക്കാ? ഏതാണ്? ഏത് ടൈപ്പ് ആണ്? പ്ലൂട്ടോണിക് ആണോ, വോൾക്കാനിക് ആണോ, ഹൈപ്പബസൽ ആണോ? ഏത് ടൈപ്പിൽ വരുന്നതാ? യെസ്, വോൾക്കാനിക് ടൈപ്പ് ഇഗ്നിയസ് റോക്ക് ആണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബസാൾട്ട് എന്ന് പറയുന്നത്. ഇത്രയും 15 ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് മാറി മാറി ചോദിക്കാറുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ലൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും സ്റ്റോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സീരീസ് ഇവിടെ നിൽക്കുന്നില്ല. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇതുപോലെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് വീണ്ടും വരും. അപ്പൊ എല്ലാവരും ആ ഒരു പാർട്ടും കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് വരുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഓവർസിയർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ ഓവർസിയർ ഓഫ്ലൈൻ ബാച്ചിലേക്ക് അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പം വീട്ടിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നേരിട്ട് ഓഫ്ലൈനിൽ വന്ന് ഇരുന്ന് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറുതെ ഒരു ക്ലാസ് എടുത്ത് പോകുക എന്നുള്ള ഒരു രീതിയിലല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ സബ്ജക്ട് ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും എല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, അപ്പം നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും ക്ലാസ്സിൽ ഇത്ര ടോപ്പിക്ക് തീരുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതോടൊപ്പം ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെ വന്നിരുന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ ഓവർസിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. അഡ്മിഷൻ എടുക്കുക. അപ്പോൾ കോഴിക്കോടുള്ള ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.